ഇന്നലെ ഇട്ട വീഡിയോയിൽ ഓണത്തിന് വേണ്ടി വാങ്ങിയ കുറച്ച് സാധനങ്ങൾ കാണിച്ചില്ലായിരുന്നു. ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഒരു കുഞ്ഞു ഫോട്ടോഷൂട്ടൊക്കെ വേണ്ടേ, അതിനുവേണ്ടി വാങ്ങിയ സാധനങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവാണ്. പോണ വഴിയിൽ പർപ്പിളൊന്ന് കയറിയായിരുന്നു. പറ്റിയ ലിസ്റ്റ് കിട്ടുവാണെങ്കിൽ എടുക്കാമെന്ന് കരുതി, പക്ഷേ ഒന്നും കിട്ടിയില്ല കേട്ടോ. സാരമില്ല, പറ്റിയതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് വിട്ട് ഞങ്ങൾ 3 ഫ്രണ്ട്സ് ഒന്നിച്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിലൊരു ഫ്രണ്ടിന്റെ ചേച്ചിന്റെ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ ഈ റെഡി ആവും നോക്കുക. ഓണത്തിന് എന്താ ഈ ഒരു ലുക്ക് എന്നല്ലേ, പതിവായിട്ട് നമ്മൾ കണ്ടുവരുന്നത് സെറ്റ് സാരി ലുക്കാണല്ലോ. ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. 2-3 ആഴ്ചത്തെ ഞങ്ങളുടെ പ്ലാനിങ് ആണ് ഇപ്പം ഈ നടക്കുന്നത്. എന്റെ മനസ്സിലൊരു തമിഴ് ലുക്ക് പിടിക്കണം എന്നായിരുന്നു കേട്ടോ. അതിനനുസരിച്ചാണ് ഞാൻ ഏകദേശമൊക്കെ പ്ലാൻ ചെയ്തത്. നിങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? ഇതിനൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച ചോക്കർ പൊട്ടിപ്പോയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു കരിമണിമാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേ. ബുഗാടി, നോസ് റിങ്, കമ്മൽ, 2 മാല, വള, അങ്ങനെ ഞാൻ എന്നെ കൊണ്ട് പറ്റണ എല്ലാം തന്നെ ഞാൻ ഇതിനു വേണ്ടി പെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഈ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ അന്ന് ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു. എനിക്കറിയത്തില്ല, എല്ലാം കൂടെ ഇട്ടിട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. തീരെ ഭംഗിയില്ലാത്ത പോലെയൊക്കെ തോന്നി. ആദ്യം തന്നെ ഞങ്ങൾ ഇതുപോലെ ഒരു പാടത്താണ് പോയത്. പക്ഷേ അവിടെ ഫുൾ ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അധികം അവിടെ നിന്ന് എടുക്കാൻ പറ്റി. എന്നാലും കുറേയൊക്കെ അവിടെ നിന്ന് എടുത്ത് പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ഇതുപോലൊരു ഷെഡും കൂടെ കണ്ടു കേട്ടോ. പിന്നെ അവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട്. അവിടെ കയറിയുന്ന കുറേ ഫോട്ടോസൊക്കെ എടുത്ത് 11 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ വീട്ടിലെത്തി. പക്ഷേങ്കിൽ എല്ലാം റെഡിയായി ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേനും 1 മണിയായി. പക്ഷെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് 3 മണിക്കാണ് പോയി ഫുഡ് കഴിക്കുന്നത്. ചോറൊന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ മസാല ദോശ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോയത്. റീൽസിലൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് തൃക്കളയൂർ അമ്പലം. ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും വൈകുന്നേരമായി. പിന്നെ താഴെ ഒരു കുളക്കടവുണ്ട്, അവിടേക്ക് പോണ വഴിയാണ് കണ്ടത്. പക്ഷെ അങ്ങ് താഴെ വരെ എത്താനുള്ള ഒരു അവധി ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് പകുതി വഴി തന്നെ ഞങ്ങൾ നിർത്തിയിട്ടോ. പിന്നെ അവിടെ ഇരുന്ന് അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എല്ലാ ദിവസം കട്ട മഴയായിരുന്നു. ബട്ട് ഞങ്ങൾ ഈ പോയ ദിവസം എന്തോ ഭാഗ്യത്തിന് നട്ടപ്പൊരി വെയിലും. അതുകൊണ്ട് കുറേ നല്ല ഫോട്ടോസും കിട്ടി, നല്ല ക്ഷീണം. അപ്പോൾ ഉടനെ ഫോട്ടോസായിട്ട് കാണാം.